സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബോഗൺവില്ല ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അതിന് രണ്ട് കളർ ഒരു ഇതിലേക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റുന്നതാണ് ഈ വീഡിയോയിലേക്ക് നമ്മളിത് കാണിക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇത് നമ്മൾ രണ്ട് കളറാണ് എടുത്തത് ബോഗൺവില്ലയുടെ. അത് ഒരു ചെടിയിൽ തന്നെ 3 രീതിയിലേക്ക് നമ്മളിത് ചെയ്യാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. എല്ലാവർക്കും ഇഷ്ടദിനാശംസകൾ. സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബോഗൺവില്ല ബഡ്ഡി എന്നാണ് കാണിക്കുന്നത്. 2 കളർ, അതായത് നമ്മൾ 2 കളർ എടുത്തിട്ട് അത് ബോഗൺവില്ല രണ്ടുകൂടെ മിക്സ് ചെയ്ത് ബഡ്ഡി ചെയ്യുന്ന രീതിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതായത് ബോഗൺവില്ലയുടെ ചെറിയ ശിഖരങ്ങൾ നമ്മളിപ്പോൾ ഒരു കട്ട് ചെയ്ത് ഇത് വേറൊരു ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ തന്നെ കട്ട് ചെയ്തെടുത്ത് വളർത്തിയെടുത്തിരിക്കുന്ന ബോഗൺവില്ലയാണിത്. ഇത് ഏകദേശം ഒരു ഇളനീർ തണ്ട് നമ്മളെടുത്ത് ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതാണ് നമ്മളിപ്പം ഈ വീഡിയോയിലൂടെ നമ്മളിതിലേക്ക് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ ബഡ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സൈഡിലെ ചെറിയ ചെറിയ ഇലകളെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി അതിന് ശേഷം വേണം നമുക്ക് ഇതൊന്ന് ബഡ്ഡിങ്ങിലേക്ക് കടക്കുവാൻ. അതിനുശേഷം നല്ലൊരു ബ്ലേഡ്, ഇൻസ്ട്രക്ഷൻ ടൈപ്പോ അല്ലെങ്കിൽ ബഡ്ഡിങ് ടൈപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നല്ല പുതിയൊരു ബ്ലേഡ് ആയിരിക്കണം. ഇതിൽ തുരുമ്പോ ഒന്നും കാണാനായിട്ടൊന്നും പാടില്ല. പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഇത് നമ്മളിപ്പം കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ശിഖരങ്ങൾ കട്ട് ചെയ്ത് അതാണ് നമ്മൾ ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഈ ചെറിയ ഇലയുടെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയണം. ഫുൾ ഇല വെക്കരുത്, പകുതി ഇല ഇതിലേക്ക് വെക്കുക. നമ്മൾ ഈ ബഡ് ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ എടുത്ത മുകളും നമ്മൾ ബഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ അറ്റം മാത്രം 2 രീതിയിൽ ചെറുതായിട്ടൊന്ന് കൂർപ്പിച്ച് ഈ രീതിയിലൊന്ന് കൂർപ്പിച്ച് റെഡിയാക്കുക. ഏകദേശം നല്ലപോലെ ഒന്ന് കൂർപ്പിച്ച് നല്ലപോലെ അവിടെ നമ്മൾ പിന്നെ കൈ ഒന്നും തൊടാനായിട്ടേ പാടില്ല, മാറ്റി വെക്കുക. ബ്ലേഡ് നല്ല ക്ലിയർ ആയിരിക്കണം, ഇതിൽ ഫംഗസോ കാര്യങ്ങളോ ഒന്നും കാണാൻ പാടില്ല. ഇതുപോലുള്ള കിളിമ്പ് തണ്ടുകൾ നമുക്ക് ബഡ് ചെയ്യാനെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്കൊരു ഇപ്പോൾ ഈ മാസം ഒരു മാർച്ചിലൊക്കെ ഏപ്രിലൊക്കെ നല്ലപോലെ ഇപ്പോൾ ഒരു മഴ ലഭിക്കുന്നുണ്ട്. ഒരു ഇരുണ്ട കാലാവസ്ഥയാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ ബഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ നല്ല ചൂടുണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റിങ്ങൊന്നും പിടിക്കുകയില്ല. ഇതിപ്പോൾ ഏകദേശം നമ്മൾ ഇനി അതിൻ്റെ ഇതുപോലെ ഒരു ഇൻസ്ട്രക്ഷൻ ടേപ്പ് നമ്മളിപ്പോഴും സെറ്റായിരിക്കണം. കാരണം എയറൊന്നും കയറാതെ നല്ലപോലെ ടൈറ്റായിട്ടിരിക്കും. ഇൻസ്ട്രക്ഷൻ ടേപ്പ് ആണെങ്കിലും ബഡ്ഡിങ് ടേപ്പ് ആണെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മളിത് ഇതിൻ്റെ ഒരു തൊലി ചെറുതായിട്ടൊന്ന് താഴേക്കൊന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് വേണം നമുക്ക് ഈ വേറെ ബഡ്ഡിങ്ങിൽ ഇത് ഇറക്കാനായിട്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് സൈഡിലെ തൊലിയൊന്ന് ഇങ്ങനെ നടുവേ ഒന്ന് പൂളി എടുത്ത് കളയുന്നില്ല, പൂളി ഇങ്ങനെ വെക്കുന്നേ ഉള്ളൂ. അതിന് ശേഷം കറ്റാർവാഴ വേണം. കറ്റാർവാഴയുടെ ജെല്ല് ഈ ഇതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കുത്തിയിടുക. അതുപോലെ ഒന്ന് നമ്മൾ ബഡ്ഡിങ്ങിന് എടുത്തിരിക്കുന്ന കമ്പാണിത്, അതൊന്ന് ചെറുതായിട്ടൊന്ന് മുക്കി ഇതുണ്ട് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. അപ്പോൾ ആ ജെല്ലെല്ലാം കൂടെ ഇതിലേക്ക് നല്ലപോലെയൊക്കെ ഒന്ന് പിടിക്കും. അത് നമുക്ക് ഇതിൻ്റെ ബഡ്ഡിങ്ങിൽ പെട്ടെന്ന് ഒട്ടുവാനൊക്കെ ആയിട്ട് ഈ കറ്റാർവാഴയുടെ ജെല്ല് വളരെയധികം സഹായിക്കും. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ചെത്തി പൂളി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇതൊന്ന് തൊലി ഉള്ളിലേക്കൊന്നും ചെത്തരുത്, ചെറുതായിട്ട് തൊലി മാത്രം ഒന്ന് നൈസായിട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇതൊന്ന് കുത്തി ഇറക്കുക. നല്ലപോലെ ടൈറ്റിലൊന്ന് നിൽക്കിയൊന്ന് സെറ്റാക്കുക. അതിനുശേഷം നമ്മൾ ഇൻസ്ട്രക്ഷൻ ടേപ്പ് നല്ല രീതിയിലേക്ക് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ ടേപ്പ് എടുത്തിട്ട് നല്ലപോലെ ചുറ്റുക, അല്ലെങ്കിൽ ബഡ്ഡിങ് ടേപ്പോ അങ്ങനെ നല്ല രീതിയിൽ ചുറ്റുക. പിന്നെ അതിൽ കൈയൊന്നും തൊടാൻ പാടില്ല, നല്ലപോലെ ടൈറ്റ് മുറുക്കുക. ഇതൊരു 45 ഡേയ്സ് ഇങ്ങനെ ഇരിക്കണം, എങ്കിൽ മാത്രമേ ഇതൊന്ന് സെറ്റാവുകയുള്ളൂ. നമ്മൾ ഇതിലേക്ക് ഒരു 3 എണ്ണമാണ് ഓൾറെഡി ബഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും വലിയ കമ്പാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിനെ മണ്ട തട്ടിയിട്ട് നമുക്ക് സൈഡിലൊക്കെ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നമുക്ക് ചെറിയൊരു ബോഗൺവില്ലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചെറിയ രീതിയിൽ നമ്മൾ ഈ രീതിയിലേക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ മണ്ട തട്ടിയതിന് ശേഷം നമ്മളിങ്ങനെ കുത്തി വെക്കത്തേ ഉള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു ബഡ്ഡിങ് നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ തന്നെ നമ്മൾ 3 കമ്പ് ഈ ഒരു സെയിം ഇതിൽ 2 കളർ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ളൂ. ഈ 2 കളർ, അതായത് വേറെ കളറൊന്നും സെറ്റ് ചെയ്യുന്നില്ല. ഇതിനുശേഷം നമ്മളൊരു 45 ഡേയ്സ് കഴിഞ്ഞ് ഈ സെയിം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചെറുതായിട്ടൊരു നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ രാവിലെ വൈകിട്ട് നല്ല 2 നേരമൊക്കെ നരച്ച് നല്ല ക്ലിയറായിട്ടൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഒന്നുകൂടെ ബഡ് ചെയ്യാനായിട്ട് ഇതേ സെയിം രീതിയിൽ തന്നെ ബഡ് ചെയ്യാനായിട്ട് മണ്ടയിൽ കുറേ ക്ലിപ്പുകളൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കണം. ഫുൾ ക്ലിപ്പൊന്നും കളയല്, ഇച്ചിരി അത്യാവശ്യം മാത്രം ക്ലിപ്പുകളൊക്കെ ഒന്ന് കളഞ്ഞ്
റെഡിയാക്കിയാണ്. ഏറ്റവും നല്ലത് നമുക്ക് ബഡ് ചെയ്യാനായിട്ടുള്ള കാലാവസ്ഥ ഒക്ടോബർ, നവംബർ, ഡിസംബറാണ്. നമുക്ക് ഏത് ഇതിലേക്കും പിടിച്ച് കയറും. പിന്നെ ഒരു ഗ്രീൻ നെറ്റിൻ്റെ അടിയിലൊക്കെ വെക്കുവാണെങ്കിൽ വളരെയധികം നല്ലതാണ്. ഈ ബോഗൺവില്ലയൊക്കെ ബഡ് ചെയ്യുമ്പോഴത്തേക്കും ഗ്രീൻ നെറ്റിൻ്റെ അടിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു നമ്മുടെ രണ്ടാമത്തെ ബഡിങ്ങിലേക്ക് നമ്മളിപ്പോൾ കടന്നിരിക്കുകയാണ്. ആ ശിഖരത്തിൽ തന്നെ നമ്മളത് ഇതേ രീതിയിൽ തന്നെ റൗണ്ടിൽ ചുറ്റുകയാണ്. നമുക്ക് ഏകദേശം ഒരു നല്ല കളർഫുള്ളായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ഇണത്തിൽ തന്നെ 3 ബഡിങ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഏകദേശം രണ്ടാമത്തെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ വെള്ളമൊന്നും ഡയറക്റ്റ് വീഴാതെ ഒരു ഷെയ്ഡിൻ്റെ അടിയിലേക്ക് വെക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. നമുക്കത് പെട്ടെന്ന് പിടിക്കുകയൊക്കെ ചെയ്യും. നല്ല ടൈറ്റിൽ അങ്ങോട്ട് മുറുക്കണം. ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടുവാണെങ്കിൽ അത്രയ്ക്ക് ടൈറ്റായിട്ടിരുന്നോളും, പെട്ടെന്ന് പിടിക്കാനൊക്കെ സാധിക്കും. വെള്ളം ഇറങ്ങാതെ മാത്രം നോക്കിയാൽ മതി. ഇതിപ്പോൾ ഏകദേശം നമ്മളിത് 3ാമത്തെ ബഡിങ് തുടങ്ങിയിരിക്കുകയാണ്. അതേ തന്നെ നമ്മുടെ ഈ കാലാവസ്ഥ അനുയോജ്യമായി വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഈസ്റ്റർ ദിനത്തിൽ ഇതിന്ന് ബഡിങ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഈ ടൈമിൽ പറ്റില്ല. കാരണം ഏപ്രിൽ മാസം ഒന്നും മഴയൊന്നും ലഭിക്കാത്ത കാലാവസ്ഥയാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഈവനിങ് തൊട്ടേ മഴയുള്ളതുകൊണ്ട് നമുക്കൊരു ഈർപ്പ കാലാവസ്ഥ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കിതിലേക്ക് ഇങ്ങനെ ബഡിങ് എല്ലാം ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതൊരു ഏറ്റവും തളിരൊരു കമ്പാണ്. തളിര് കമ്പ് നമ്മൾ ബഡ് ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും മണ്ടഭാഗത്താണ് തളിര് കമ്പൊക്കെ ബഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കിത് തൊലി ചെറുതായിട്ടൊന്ന് മാറ്റിയതിന് ശേഷം അങ്ങോട്ടേക്ക് അത് ഇറക്കി വിടുക. അതിൽ മണ്ണോ കാര്യങ്ങളോ ഒന്നും ഇതിലേക്ക് പറ്റാനൊന്നും പാടില്ല. നല്ല ക്ലിയർ ആയിരിക്കണം വെക്കുന്നത്. നല്ല ടൈറ്റിൽ വലിച്ചു മുറുക്കിയതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ ഇൻസെക്ഷൻ ടൈപ്പ് ഒരു എയർ കയറാത്ത രീതിയിൽ വേണം ഫുള്ള് ചുറ്റിയെടുക്കാൻ. ഏകദേശം ഒരു 45 കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇൻസെക്ഷൻ ടൈപ്പൊക്കെ പതുക്കെ മാറ്റി ക്ലിയറായിട്ട് ഒട്ടിയിരിക്കുന്നത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഒരു 45 ഡേയ്സ്, അതായത് ഒരു 1.5 മാസം കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ സെയിം വീഡിയോ ഈ സ്ഥലത്ത് തന്നെ ഇരുന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഏകദേശം ഇതിൽ നമ്മൾ ഒരു ഇതൊക്കെ ഒരു 4 മാസമായ ഒരു 3 മാസം അത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ വളർച്ച ഉള്ളൂ ബോഗൺവില്ലയ്ക്ക്. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ബഡിങ് കയറ്റുന്നേ ഉള്ളൂ. ഇത് ഒടിച്ചു കുത്തിയാൽ ഇഷ്ടംപോലെ കമ്പുകൾ ഇങ്ങനെ ധാരാളമായിട്ടുണ്ടെങ്കിൽ, പക്ഷേ നമുക്ക് ഒരു ശിഖരത്തെ തന്നെ 2 കളർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ബഡ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ടൈറ്റിലായിട്ട് മുറുക്കി വെക്കുക. ഏറ്റവും അവസാനം ഒരു ടിപ്സ് കൂടിയുണ്ട്, പറഞ്ഞുതരാം. അതുകൂടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് പിടിക്കത്തുള്ളൂ. ലാസ്റ്റ് വീഡിയോയിൽ ഇത് നല്ലപോലെ ചെറിയ ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്ത് കാരണം ഇതിന് വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഇതിൽ നിന്ന് വലിച്ചാൽ കിട്ടില്ല. അതിനാണ് നമ്മൾ ഇലയുടെയൊക്കെ പകുതി കട്ട് ചെയ്ത് കളയുന്നത്. ഇതിൻ്റെ എല്ലാം നമ്മളിപ്പോൾ പകുതിയില്ല കട്ട് ചെയ്ത് കളയും. കാരണം എല്ലാത്തിനുമുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടി, അതായത് എല്ലാ ഇലകളൊന്നും വെക്കാൻ പാടില്ല. എല്ലാത്തിൻ്റെ പകുതി ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ ഏറ്റവും ടോപ്പിലൂടെ നമ്മൾ ബഡിങ് ചെയ്തിരിക്കണം. പിന്നെ ഏകദേശം എല്ലാം ഒന്ന് ബഡിങ് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് മുറുക്കുവാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ബോഗൺവില്ലയുടെ ബഡിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒന്ന് നമുക്ക് നേർ കയറാതെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിന് നമ്മൾ ഇൻസ്ട്രക്ഷൻ ടിപ്പ് അതിൻ്റെ പുറമെ ഒന്നുകൂടെ വലിച്ച് ടൈറ്റിൽ ഒരു ടിപ്പിടെ മുറുക്കുകയാണ്. ഏകദേശം ഈ ഒരു 2 കളറാണ് നമ്മൾ ഇതിലേക്ക് വിരിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു 2 കളറ് ഒരു ശിഖരത്തെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ഉടനെ തന്നെ നമുക്കൊരു 1 മാസത്തിനകം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നമുക്കറിയാൻ സാധിക്കും. ഇതിനിടയിൽ ഒരു ഫുക്കസോളോ ഫംഗസോ ഒന്നും കയറിയില്ലെങ്കിൽ നമുക്കിതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു കുമ്പളം പൊട്ടുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ, അതായത് ഒരു 20 ഡേയ്സിനുള്ളിൽ ഒരു നെക്സ്റ്റ് വീഡിയോ ജസ്റ്റ് ഷോർട്ട്സ് വീഡിയോ ആയിട്ട് എടുക്കുന്നതായിരിക്കും. ഇതുപോലെ കൂടെടുക്കുക, വൈറ്റ് കൂടെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം നിറയ്ക്കുക, നല്ലപോലെ കളയുക. അതിനുശേഷം ഇതിൻ്റെ മണ്ട വഴി ഒന്ന് ഇത്തിരി വലിയ കൂടാണ് വളരെയധികം നല്ലത്. നമുക്കിപ്പോൾ വലിയ കൂടില്ല. അതുകൊണ്ട് ശേഷം നമ്മളിത് ഇതിൻ്റെ മണ്ടയിലേക്ക് ഇട്ടതിന് ശേഷം അടിയിലൊന്ന് കെട്ടിക്കൊടുക്കുന്നതും വളരെ നല്ലതാണ്. കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കൂടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതായത് ഡയറക്റ്റ് മഴ ലഭിക്കുന്നിടത്ത് വെക്കാതിരുന്നാൽ മാത്രം മതി. ഇതിൻ്റെ അടി ഒരു ചെറിയ കെട്ടൂടെ കൊടുക്കുകയാണെങ്കിൽ ഈർപ്പൊന്നും കയറാതെ നല്ല സെറ്റായിട്ട് ഇരുന്നോളും. നമുക്ക് കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ നമുക്കിത് ഒരു 15 ഡേയ്സ് കഴിയുമ്പോൾ നമ്മളിത് ഉടനെ തന്നെ മാറ്റിയെടുത്ത് ഇത് നിങ്ങളെ പ്രഷറായി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും.
ഇതിപ്പോൾ ഏകദേശമൊക്കെ ഒരു രീതിയിൽ കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ ഇതുപോലെ ടൈറ്റിൽ കട്ട് ചെയ്ത് റെഡിയാക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ, സി യു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.